ഹായ് നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരു നോർത്ത് ഇന്ത്യൻ രുചിയിലുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും നാനിൻ്റെയും അപ്പത്തിൻ്റെ റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഗ്രേവിയിൽ 4 മുട്ട വരെ ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറം ഭാഗമൊക്കെ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. കത്തി വെച്ച് വരഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്കൊന്ന് കുത്തി കൊടുക്കുകയോ ചെയ്താൽ മതി. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് നീക്കി വയ്ക്കാം. ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/8 ടീസ്പൂൺ, അതായത് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ മുട്ടയുടെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പെരണ്ട് വരുമ്പോൾ നമുക്കിതൊന്ന് നീക്കി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ ചൂടാവാനായിട്ട് വയ്ക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിക്കാം. ഞാനത് വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലാണ് താല്പര്യം അതെടുക്കുക കേട്ടോ. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പ്, ഒരു ചെറിയ പീസ് പട്ട ഇതും കൂടി ചേർത്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം തന്നെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള 2 സവോള നീളത്തിലൊന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. സവാള വഴറ്റിയെടുക്കാൻ നേരത്ത് നമ്മൾ തീ കൂട്ടി ഒന്നും ഇടരുത്. ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോകും കേട്ടോ. തീ കുറച്ച് വെച്ച് തന്നെ വഴറ്റിയെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോസ് സ്മെല്ല് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ ഒരു തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരും. ഏകദേശം ഒരു 5 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് പൊടികളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അളവ് കുറച്ചെടുക്കണം കേട്ടോ. അപ്പോൾ കശ്മീരി മുളക് പൊടി ആകുമ്പോൾ കാണുമ്പോൾ ഒരു കളറും ഉണ്ടാവും, അത്യാവശ്യം എരിവും ഉണ്ടാവും. അപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്, കശ്മീരി മുളക് പൊടി. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് ആ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫാക്കിയിടാം. ഈ ഒരു കൂട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കൂട്ട് നന്നായിട്ട് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക്, ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് തണുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അരയ്ക്കാൻ നേരത്ത് നമ്മളതിൽ ചേർത്ത് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇത് മാറ്റിയിട്ട് വേണം അരയ്ക്കാൻ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത അതേ പാൻ തന്നെ ഒന്നും കൂടി ഒന്ന് ചൂടാവാൻ വെച്ചു. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പം നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു മുട്ട ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുത്ത് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. നമുക്കിങ്ങനെ ചെയ്യുന്നത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആ മുട്ടയുടെ പുറമൊക്കെ കളറൊക്കെ മാറിയിട്ട് വരും, നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഈ സമയത്ത് ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. തീ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി ഇതിന് ഇച്ചിരിയും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതിലുള്ള ഈർപ്പമൊക്കെ ഒന്ന് വറ്റിച്ച് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീ കൂട്ടിയിടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്, ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1.5 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക.
അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിതിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിതുപോലെ കൈവിടാതെ ഇളക്കി അതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തൈര് പിരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കൈവിടാതെ ഇളക്കി അതൊന്ന് ഇതുപോലെ നന്നായിട്ട് യോജിപ്പിച്ച് അതിൻ്റെ കളർ മാറ്റിയെടുക്കണം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന ഒരു സമയത്ത് ഞാനിതിലേക്ക് ആ ടേസ്റ്റൊക്കെ ഒന്ന്, ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണം. നമുക്കുണ്ടല്ലോ ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് ഈ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഒരു 1/4 കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മൊത്തം 1.25 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ആദ്യമേ തീ കൂട്ടിയിടണ്ട, മൊത്തത്തിലൊന്ന് ഇളക്കി ഒന്ന് സെറ്റായി ഒന്ന് യോജിച്ച് വരുന്നത് വരെ തീ കുറച്ച് വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. മൊത്തത്തിലൊന്ന് യോജിച്ച് വന്ന ശേഷം തീ കൂട്ടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ഒരു ഇതിൻ്റെ പുറം ഭാഗത്തൊക്കെ നല്ല എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത് വരെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ആ എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ സവോള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കുറവുള്ളത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക് ഒന്ന് നീളത്തിൽ കീറി ചേർക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിനായിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് പച്ചമുളക് ചേർക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുള്ള മുട്ടയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മുട്ട ചേർത്തിട്ട് നമ്മൾ ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്യാണ്. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിടാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 മിനിറ്റിന് ശേഷം നമ്മൾ തീ ഓഫാക്കി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോഴാ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിക്കും. ഞാൻ എന്തായാലും തീ ഓഫാക്കിയപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒന്ന് തുറന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടക്കറി. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ദാബ സ്റ്റൈൽ മുട്ടക്കറിയാണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കണം. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെയും നാൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കാം. ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിന് അത് വലിയൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക് യു.